നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വികസനവും ക്ഷേമവും മുൻനിർത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയും നീക്കിവെച്ചു. ആശാ വർക്കർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും ഓണറേറിയം 1000 രൂപ വീതം കൂട്ടി. അതിവേഗ റെയിൽപാതയ്ക്ക് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപയും ബീച്ച് ടൂറിസം പദ്ധതിക്ക് 1 കോടിയും കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടിയും മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടിയും വകയിരുത്തി. ബജറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ബജറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ പരിഗണിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ബെവ്കോ പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന ഡിജിറ്റലാകും. അടുത്ത മാസം 15 മുതൽ UPI കാർഡ് പേയ്മെന്റ് വഴിയാകും മദ്യവിൽപ്പന. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിക്കുന്നു. ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത ചെമ്പൂക്കാവ് PWD റെസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡാണ് വെട്ടിപ്പൊളിച്ചത്. സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. പവന് 1,31,160 രൂപയായി. ആശങ്കയിൽ വ്യാപാരികളും ഉപഭോക്താക്കളും. വാർത്തകളിലേക്ക് വിശദമായി. വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ ബജറ്റ് രൂക്ഷമായി വിമർശിക്കുന്നു. കേന്ദ്രം വരിഞ്ഞു മുറുക്കിയിട്ടും പ്രതിരോധ കോട്ട കെട്ടി കേരളം പിടിച്ചു നിന്നുവെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയാണ് ബജറ്റ് വിഹിതം. ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടി. അങ്കണവാടി ടീച്ചർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും കൂട്ടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിരമിച്ചവർക്ക് മെഡിക്കൽ മെഡിസെപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസെപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യമുണ്ടാകും. 15 കോടി പദ്ധതിക്കായി വകയിരുത്തി. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചു. ഇതിനായി 50 കോടി വകയിരുത്തി. നഗര മെട്രോകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് 100 കോടി ബജറ്റിൽ പ്രഖ്യാപിച്ചു. MC റോഡ് വികസനത്തിന് 5,317 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നീക്കിവെച്ചു. സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യാൻ പഞ്ചായത്തുകൾ തോറും പദ്ധതി നടപ്പിലാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി അധികം വകയിരുത്തി. ഹരിതകർമ്മ സേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ക്യാൻസർ, ലെപ്രസി തുടങ്ങിയ രോഗബാധിതരുടെ പെൻഷൻ 2000 ആക്കി. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഡൽഹി മീററ്റ് അതിവേഗ റെയിൽപാതയുടെ മാതൃകയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യമൊരുക്കുന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യ ബാച്ച് വീടുകൾ ഫെബ്രുവരി 3-ാം വാരം കൈമാറുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. തൃശൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം 157.5 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ബീച്ച് ടൂറിസം വികസന പദ്ധതിക്ക് 1 കോടിയിൽ തുടങ്ങി കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി വരെ എത്തി നിൽക്കുന്ന പ്രഖ്യാപനത്തിൽ വലിയ വികസന പ്രതീക്ഷയിലാണ് തൃശൂർ.
പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, കേരള കലാമണ്ഡലത്തിന് 27.5 കോടി, കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി, കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി, തൃശൂരിന്റെ നാടക പ്രതിഭ PJ ആന്റണി ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനും നാടകാവതരണത്തിന് സ്ഥിരം വേദിയൊരുക്കുന്നതിനുമായുള്ള നാടകഗൃഹം പദ്ധതിക്ക് 2.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒട്ടേറെ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയത്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേക്ക് 60 കോടി, MG റോഡ് 2ാം ഘട്ട വികസനത്തിനും PK ചാത്തൻ മാസ്റ്റർ സ്മാരക പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മാണത്തിനും 15 കോടി വീതം, പൂങ്കുന്നം പാട്ടുരായ്ക്കൽ എലിവേറ്റഡ് ഹൈവേക്ക് 15 കോടി, തൃശൂർ മണ്ണുത്തിപ്പാതയിലെ മോഡൽ റോഡ് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടത്തിനും കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ ഡ്രൈനേജ് പുനർനിർമ്മാണത്തിനുമായി 10 കോടി വീതം, വടൂക്കര റെയിൽവേ മേൽപ്പാലം, കൂട്ടനല്ലൂർ കോളേജ് ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയ്ക്ക് 8 കോടി വീതം, പൂങ്കുന്നം ജംഗ്ഷൻ വികസനത്തിന് 5 കോടി, KSRTC റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് 3 കോടി രൂപയും അനുവദിച്ചു. ഇതോടെ സാംസ്കാരിക നഗരിയിലടക്കം വളരെ വലിയ വികസന കുതിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ. TCV തൃശൂർ. സംസ്ഥാന ബജറ്റിൽ ഒല്ലൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 137.2 കോടി രൂപ വകയിരുത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഒല്ലൂർ മണ്ഡലത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സംസ്ഥാന ബജറ്റിൽ ലഭിച്ച പരിഗണന കൂടുതൽ മുതൽക്കൂട്ടാകും. 6 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമവും സുതാര്യവുമാക്കാൻ സുവോളജിക്കൽ പാർക്ക് ആൻഡ് കൺസർവേഷൻ സൊസൈറ്റി രൂപീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. സർക്കാർ ബജറ്റിൽ അനുവദിച്ച തുക സൊസൈറ്റിക്ക് വിനിയോഗിക്കാനാകും. അതേസമയം സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത് വൈകും. സംസ്ഥാന ബജറ്റിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിരവധി പ്രവൃത്തികൾക്ക് തുക വകയിരുത്തിയതായി NK അക്ബർ MLA അറിയിച്ചു. ഗുരുവായൂർ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 2 കോടി, മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി, കോട്ടക്കടപ്പുറം സ്കൂൾ മിനി സ്റ്റേഡിയത്തിന് 1 കോടി എന്നിങ്ങനെ തുക വകയിരുത്തി. ചക്കങ്കണ്ടം സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണം 2 കോടി, ചാവക്കാട് PWD റെസ്റ്റ് ഹൌസ് പുതിയ കെട്ടിടം നിർമ്മാണം 2 കോടി, വടക്കേക്കാട് സ്കൂൾ പുതിയ കെട്ടിടം 1 കോടി എന്നിവയും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 305 കോടി രൂപയുടെ പദ്ധതികൾ. കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് 6 കോടി രൂപ വകയിരുത്തി. ആനാപ്പുഴ കക്കമാടൻ തുരുത്ത് പുഴയോരം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 13 കോടി, ചാപ്പാറ സയൻസ് പാർക്ക് പൂർത്തീകരണത്തിന് 10 കോടി, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടിവെള്ള പദ്ധതിക്ക് 75 കോടി, നഗരസഭ ഓട്ടിസം സെന്റർ നിർമ്മാണത്തിന് 2 കോടി, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സാംസ്കാരിക നിലയം തയ്യാറാക്കാൻ 5 കോടി എന്നിങ്ങനെയാണ് വിവിധ പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുള്ളത്. KN ബാലഗോപാൽ അവതരിപ്പിച്ച 6ാമത് ബജറ്റിന് രാഷ്ട്രീയ നേതാക്കളുടെ സമ്മിശ്ര പ്രതികരണം. ധനമന്ത്രിക്ക് സ്വപ്നത്തിൽ തോന്നിയ കാര്യങ്ങൾ ബജറ്റിൽ വിളിച്ചു പറയുകയായിരുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതൊന്നും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ എന്ത് നല്ല നടക്കാത്ത സ്വപ്നം എന്നുള്ളതാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ട കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ 10 വർഷം നടപ്പിലാക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റും ഇന്ന് ഫലപ്രദമായി പൂർത്തീകരിക്കാനോ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല. സത്യത്തിൽ ഇതൊരു മരീചിക പോലെയാണ്. ഉണ്ട് എന്ന് തോന്നുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ബഡ്ജറ്റിനെ പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ. സംസ്ഥാന സർക്കാരിന് കേവലം 2 മാസക്കാലം മാത്രം കാലാവധി ഉള്ളപ്പോൾ പ്രഖ്യാപിച്ച ബജറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനമാണ് കേരളത്തിൽ അധികവും നടന്നിട്ടുള്ളതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. കേവലം 2 മാസക്കാലം മാത്രമാണ് ഇനി ഭാരതത്തിലെ ഇടതുപക്ഷത്തിന്റെ അവസാന സംസ്ഥാന സർക്കാരിന്റെ ദിനങ്ങളുള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ബഡ്ജറ്റാണ്. അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്ത ഒരു സമയമാണ് ഈ സർക്കാരിന് ഇനിയുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് കേരളത്തിൽ അധികം നടപ്പിലായിട്ടുള്ളത്. മോദിജിയുടെ സർക്കാർ 2014 മുതൽ 2026 വരെയുള്ള ഈ കാലഘട്ടത്തിൽ 3.2 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ആ ഫണ്ടൊക്കെ വകമാറ്റി ചെലവഴിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. എന്നാൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള ബജറ്റാണ് LDF സർക്കാർ അവതരിപ്പിച്ചതെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. നാടിന്റെ സമഗ്രമായ പുരോഗതിയാണ് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ മാന്ദ്യം അവസാനിപ്പിക്കാൻ ബജറ്റ് ഉപകരിക്കുമെന്നും KG ശിവാനന്ദൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്
LDF സർക്കാർ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ പുരോഗതി തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റിലൂടെയും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ കൂടി താല്പര്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്ന വിധത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. വികസനവും സാമൂഹ്യക്ഷേമവും ലക്ഷ്യമിടുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഈ ബജറ്റിൽ ജനങ്ങളുടെ പ്രതികരണം നോക്കാം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ജനം എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നതെന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ സാധാരണക്കാർക്ക് ആശ്വാസകരമായ ഒരു ബജറ്റാണോ ഇത്തവണത്തെ? എനിക്ക് ഈ ബഡ്ജറ്റ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ടൈറ്റിൽ മാത്രമേ കണ്ടുള്ളൂ. ടൈറ്റിൽ ന്യൂസ് അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ടോംസിൻ്റെ കാർട്ടൂണിലുള്ള ഒരു ടൂപ്പ് വക്കീലുണ്ട്, ബോബനും മോളിയുടെ അച്ഛൻ. പുള്ളി ബോബനും മോളിക്കും വാക്ക് കൊടുത്തിട്ട് പറയും, ഞാൻ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നാണോ? നടപ്പിലാകാൻ പോകില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക നില പഠിക്കുന്ന ആർക്കും അറിയാം. ഇത് കുറേ കാര്യങ്ങൾ, ഇതിന് പണം എവിടെ നിന്ന് കിട്ടും അതും കൂടി പറയണമായിരുന്നു മന്ത്രി. ഇന്ന ഇതിൽ നിന്ന് കിട്ടുന്ന ഇന്ന ഇതിന് ചിലവാക്കും. ഒത്തിരി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും രസം തോന്നിയത് റോഡിന് വേണ്ടി ഏതാണ്ട് 1400 ചില്ലാനും കോടി രൂപ ചെലവഴിക്കുമെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി തന്നെ CPMൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് ഒപ്പിട്ടൊരു രേഖയുണ്ട്. അതായത് കേരളത്തിലുള്ള എല്ലാ നാഷണൽ ഹൈവേ റോഡുകളും അതിൻ്റെ ഉടമസ്ഥാവകാശം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, അവർക്ക് ടോൾ കമ്പനികൾക്കാണ്. പിന്നെ അതിലേക്ക് എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കാശ് ചിലവാക്കുമെന്ന് പറയണേ? ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനായി ഈ മണ്ടത്തരങ്ങൾ വിളിച്ചിരുന്നത്? 157.5 കോടി രൂപയുടെ വികസന പദ്ധതികൾ തൃശ്ശൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച ബഡ്ജറ്റിനകത്ത് വന്നിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട വികസനം എന്ന് പറയുന്നത് വടൂക്കര മേൽപ്പാലവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ജനതയുടെ ചിരകാല സ്വപ്നമായിരുന്നു വടൂക്കര മേൽപ്പാലം എന്ന് പറയുന്നത്. 8 കോടി രൂപ വടൂക്കര മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റിനകത്ത് തുക വകയിരുത്തിയിട്ടുണ്ട്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് രാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 കോടി രൂപയുടെ പദ്ധതി വകയിരുത്തിയിട്ടുണ്ട്. MG റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 15 കോടി രൂപയുടെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടന്നൂർ കോളേജിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഫണ്ട് നമ്മുടെ തൃശ്ശൂർ നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വകയിരുത്താനായിട്ട് കേരളത്തിലെ 2026-27 ഈ ബഡ്ജറ്റിനകത്ത് സാധിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ 10% എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് വിഹിതം പിടിച്ചുകൊണ്ട് നടത്തുന്ന NPS പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് അഷ്വേർഡ് പദ്ധതി എന്ന് പറയുന്ന പേരിൽ ജീവനക്കാരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. 2016-18 സംസ്ഥാന സർക്കാർ തന്നെ നിയമിച്ച പുനഃപരിശോധനാ കമ്മീഷന്റെ റിപ്പോർട്ട് മന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുമ്പോൾ ആ പുനഃപരിശോധനാ കമ്മീഷനിൽ PFRDA നിയമത്തിന്റെ പേരിൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ചവരെല്ലാം ആ തടസ്സവാദങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ജീവനക്കാരുടെ കണ്ണിൽ ഇലക്ഷൻ കാലത്ത് പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് ജീവനക്കാർ കരുതുന്നത്. ഈ ബഡ്ജറ്റിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ പറഞ്ഞത് അഷ്യൂർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത്. അതാണ് ഈ ബഡ്ജറ്റിലെ ആദ്യത്തെ ഒരു അഷ്യൂർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത്. അഷ്യൂർഡ് പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവനക്കാർക്ക് ഉറപ്പ് വരുത്തുക എന്നാണ്. മറ്റത് അവരെ വിഹിതം പിടിച്ചുകൊണ്ടുള്ള അതിൽ നിന്ന് പെൻഷൻ കൊടുക്കുകയാണ്. ഇത് അങ്ങനെയല്ല, ഇത് അതിൻ്റെ ഉറപ്പ് വരുത്തണം, പെൻഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് വരുത്തണം. പിന്നെ ഇവർ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ ആശാ വർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നതല്ലേ. ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് 23,000 ചില്ലാൻ രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ സമരം ചെയ്തിട്ട് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളത് ഇവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയണം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ ഇവർ ചിലവാക്കുമ്പോൾ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഇവർ 1000 രൂപ കൊടുക്കാനോ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നത് വലിയ കൊട്ടി ജയിലിൽ കിടക്കുന്നവർക്ക് ശമ്പളം കൂട്ടി വരും. 650-750 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോഴും ആശാ വർക്കർ ഇവർ കോവിഡ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇവർ നമ്മുടെ കേരളത്തിലെ മാലാഖമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് അവർ എല്ലാ വീട്ടിലും കയറിയിറങ്ങി അവർക്ക് ആശ്വാസമാകുന്ന ഞങ്ങളുടെ മാലാഖമാർ എന്ന് പറഞ്ഞവർ തന്നെയാണ് അവരെ തള്ളി പറഞ്ഞത്. സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ആശാ വർക്കർമാരുടെ വേതനം, അംഗനവാടി ജീവനക്കാരുടെ വർധനം, പിന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരുപാട് കോടിക്കണക്കിന് രൂപ
ഇതിൽ വിലയിരുത്തിയിട്ടുണ്ട്. യശോഡ് പെൻഷൻ എന്ന് പറയുന്നത് പേര് മാറ്റിയ പങ്കാളിത്ത പെൻഷൻ തന്നെയാണ്. എപ്പോഴും ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വിഹിതം പിടിച്ചുകൊണ്ട് നൽകുന്ന പെൻഷനാണ്. അതേസമയം തന്നെ ഇതുവരെ പെൻഷനായ 3000-ൽ പരം ജീവനക്കാർ വളരെ 2000 രൂപ വരെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള ഈ സമയത്ത് 500 രൂപയും 600 രൂപയും 1000-ൽ താഴെ മാത്രമേ, ഏറ്റവും കൂടിയാൽ 2100 രൂപ വരെ കിട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു മാസം അവർക്ക് പിച്ചെടുക്കത്ത് ജീവിക്കേണ്ട അവസ്ഥയിൽ പലരും ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുന്നു. കുറച്ചെങ്കിലും ആരോഗ്യമുള്ളവർ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് റിട്ടയറായ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ. ബജറ്റിനെ പറ്റിയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ ഇതൊക്കെയാണ്. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത, വിക്രം നാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നിയമനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമം 2015 നിയമസഭ പാസാക്കിയതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിയമനം നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് അധികാരം നൽകുന്ന 1978 ഗുരുവായൂർ ദേവസ്വം നിയമത്തിലെ 19-ാം വകുപ്പിനാണ് നിയമസാധുത എന്നായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഇത് മറികടക്കുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമം 2015 9-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന UPI കാർഡ് പേയ്മെന്റ് വഴിയാക്കാൻ ബെവ്കോ. ഫെബ്രുവരി 15 മുതൽ ഉത്തരവ് നടപ്പിലാക്കാനാണ് ബെവ്കോയുടെ നീക്കം. കറൻസി കൈമാറ്റം ഒഴിവാക്കുന്നതിലൂടെ കൗണ്ടറുകളിലെ തിരക്ക് കുറയ്ക്കാനും കൃത്യമായ ഇടപാട് ഉറപ്പാക്കാനും സുരക്ഷാ പ്രശ്നം ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. അതേസമയം ബെവ്കോയുടെ തീരുമാനം പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കുന്നതിനുള്ള മുറവിളി ഉയരുമ്പോഴാണ് വീണ്ടും ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നഗരപരിധിയിലെ ഒട്ടുമിക്ക റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും പൊളിച്ചത്. ചെമ്പൂക്കാവ് ഡിവിഷനിൽ ഉൾപ്പെട്ട PWD റെസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലാണ് ഈ ദുർഗതി. പൊട്ടിയ പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനായാണ് റോഡ് വീണ്ടും പൊളിച്ചത്. എഴുത്തച്ഛൻ സമാജം ഹാളിന് മുന്നിലുള്ള റോഡ് ടാറിംഗ് നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെട്ടിപ്പൊളിച്ചെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. പഴയ PVC പൈപ്പ് പൊട്ടിയത് മൂലം ദിവസങ്ങളായി 40ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് പഴയ പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കാനായി റോഡ് പൊളിക്കേണ്ടി വന്നതെന്നും ഉടൻ തന്നെ പൈപ്പ് മാറ്റി റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ജോയി ബാസ്റ്റ്യൻ പറഞ്ഞു. വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതിനെതിരെ ജനരോഷവും ശക്തമാണ്. TCV തൃശൂർ.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. പവന്റെ വില 8,640 രൂപ കൂടി 1,31,160 രൂപയായി. ഗ്രാമിന്റെ വില 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയായി. ചരിത്രത്തിലാദ്യമായി വെള്ളി വില കിലോഗ്രാമിന് 4 ലക്ഷം രൂപയ്ക്കടുത്തെത്തി. US ഡോളറിന്റെ തകർച്ച, പലിശ നിരക്ക് സംബന്ധിച്ച വൈറ്റ് ഹൌസിന്റെ നിലപാടുകൾ, ആഗോളതലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവയെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ തൊടുമ്പോൾ വിപണിയിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ. വിവാഹ സീസൺ തുടങ്ങാനിരിക്കെ ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. എന്നാൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തെ കാണുന്നവരും ഏറെ. റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇപ്പോൾ വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 1,31,000 രൂപ പിന്നിട്ടിരിക്കുകയാണ്. വില ഉയരുന്നതോടെ വ്യാപാരികൾക്ക് സ്റ്റോക്ക് എടുക്കുന്നതിൽ ആശങ്കകൾ ഉണ്ടാകുന്നു. വിൽപ്പന കുറയുകയാണെന്ന് അവർ പറയുന്നു. പഴയ സ്റ്റോക്ക് കൈവശം വെക്കേണ്ട അവസ്ഥയാണ് പല കടകളും. അതേസമയം വിവാഹ ആവശ്യങ്ങൾക്കും നിക്ഷേപത്തിനുമായി സ്വർണം വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കൾ വില കൂടുതലിനെ തുടർന്ന് വാങ്ങൽ മാറ്റിവെക്കുന്ന സാഹചര്യവുമുണ്ട്. ചിലർ ഭാരക്കുറവുള്ള ആഭരണങ്ങളിലേക്ക് മാറിയിട്ടുമുണ്ട്. സ്വർണത്തിന്റെ വില വർധനവ് ജനങ്ങളെ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഭയങ്കരമായിട്ട് വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന കസ്റ്റമർ 5 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ആണെങ്കിൽ ഇന്നും അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ക്യാഷിൽ വരുന്നത്. പക്ഷേ നമുക്ക് 4,000 ഉണ്ടായിരുന്ന സമയത്തു നിന്നും ഇന്ന് 16,000 ആയപ്പോൾ 4 ഭാഗമാണ് അവർക്ക് കിട്ടുന്നത്. ആ ക്വാണ്ടിറ്റിയിലുള്ള സെയിൽസിൽ എല്ലാ ജ്വല്ലറിക്കും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. ആശങ്ക എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന അറിവില്ലാത്ത ആളുകൾ ഇതിനെ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണ്. ജനം എന്നും ഇത് വാങ്ങാൻ ഉത്സാഹകരാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന്റെ മാറ്റ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ആ ഘടകം വാങ്ങാൻ എന്നും ജനം ആഗ്രഹിക്കുന്നു. വില കൂടുന്ന സ്വർണം നിക്ഷേപം എന്ന നിലയിൽ ആകർഷകമായിരിക്കുമ്പോഴും വിപണിയിലും സാധാരണ ഉപഭോക്താക്കളിലും സൃഷ്ടിക്കുന്നത് വലിയ സമ്മർദ്ദമാണ്. മനസ്സിൽ തന്നെ ആങ്സൈറ്റിയാണ്. ഇനി എന്താവും എന്നുള്ളതാണ്. മുന്നേ നല്ലൊരു എമൗണ്ടിന് എടുക്കണം എന്ന് വിചാരിക്കണവരെന്നെ ഇപ്പോൾ നമുക്ക് ആ എമൗണ്ടിൽ നമ്മൾ വിചാരിക്കുന്ന സ്വർണം കിട്ടുന്നില്ല. അതാണ് വരുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ ഹൈ റേറ്റ് വരുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. കയ്യിൽ സ്വർണ്ണം ഉള്ളവർക്ക് ഇത് കൊടുക്കും. നമ്മൾ വാങ്ങിയതിനേക്കാളും ഒരുപാട് എമൗണ്ട് കൂടുതലായിട്ട് നമുക്ക് വിൽക്കാൻ സെല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു സൈഡാണ് ഉള്ളവർക്ക്. പക്ഷേ സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ റേറ്റ് അഫോർഡബിൾ അല്ല. വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. സ്വർണ്ണവില കുത്തനെ ഉയരുന്ന സാഹചര്യമാണ് ഇന്ന് വിപണിയിലുള്ളത്. അത് ജനങ്ങളിൽ അത്യധികം ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്നെടുക്കുന്ന സ്വർണം നാളേക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കൊടികേറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീദ് നഗറിൽ നിന്ന് ആരംഭിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ജാറത്തിലെത്തിച്ചേർന്നു. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, മുട്ടും വിളി എന്നിവ അകമ്പടിയാണ് താബൂത്ത് കാഴ്ച ജാറത്തിലെത്തിയത്. അതേസമയം പുത്തൻകടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടികയറ്റ കാഴ്ചകൾ ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു. നാടകപ്രേമികളുടെ നിറഞ്ഞ സദസ്സുകളുമായി രാജ്യാന്തര നാടകോത്സവമായ ഇറ്റ്ഫോക് തൃശൂരിൽ തുടരുന്നു. 5ാം ദിവസമായ വ്യാഴാഴ്ച അരങ്ങേറിയ തീവണ്ടി മുഖ്യ കഥാപാത്രമായ ഡോക്യുഫിഷണൽ നാടകാവിഷ്കാരം ശ്രദ്ധേയമായി. പാലക്കാട് ലിറ്റിൽ എർത്ത് സ്കൂൾ അവതരിപ്പിച്ച ഈ നാടകം സംവിധാനം ചെയ്തത് അരുൺ ലാലാണ്. നരേൻ ഗ്രിഗോറിയൻ സംവിധാനം ചെയ്ത അർമേനിയൻ നാടകം ഡീപ്ലിംഗ് ആക്ടർ മുരളി തിയേറ്ററിൽ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. സ്ലോവാക്യൻ നാടകമായ വൗ തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സിൽ അവതരിപ്പിച്ചു. ദേശീയ വിഭാഗത്തിൽ പൂനെയിൽ നിന്നുള്ള സംതിങ് ലൈക്ക് ട്രൂത്ത് എന്ന നാടകം സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് അരങ്ങേറിയത്. രാമനിലയം ക്യാമ്പസിൽ മീറ്റ് ദ ആർട്ടിസ്റ്റ് പാനൽ ചർച്ച എന്നിവ നടന്നു.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനത്തിന് പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം 5000 രൂപ പിഴ ചുമത്തി. കൊക്കാല ജംഗ്ഷനിൽ വെച്ചാണ് വാഹനം പിടികൂടിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി കുത്തിപ്പൊളിച്ചിട്ട തൃശൂർ മുക്കാട്ടുകര നായരങ്ങാടി റോഡിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ റോഡ് നന്നാക്കുമെന്ന് PWD അധികൃതർ അറിയിച്ചു. വെട്ടിപ്പൊളിച്ചിട്ട റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനായി 13 ലക്ഷം രൂപ കോർപ്പറേഷൻ കെട്ടിവെച്ചെങ്കിലും 2 തവണ ടെൻഡർ വിളിച്ചിട്ടും എടുക്കാനാണില്ലെന്ന് പറഞ്ഞ് PWD അധികൃതർ ഒഴിഞ്ഞുമാറുകയായിരുന്നു. എന്നാൽ ജനകീയ പ്രക്ഷോഭം ശക്തമായതോടെയാണ് 3ാമതും ടെൻഡർ വിളിച്ചത്. ടെൻഡർ തുറന്നപ്പോൾ ഒരാൾ ടെൻഡർ എടുത്തിട്ടുണ്ട്. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി കിഴക്കൻ വീട്ടിൽ 49 വയസ്സുള്ള സുധനാണ് മരിച്ചത്. സുഹൃത്തുമൊത്ത് പ്രഭാത സവാരിക്കിടെ നടുവിൽക്കര പാലത്തിന് സമീപമായിരുന്നു അപകടം. കണ്ടശാംകടവ് ഡീക്കോട് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പോട്ട മോസ്കോ മാളിയേക്കൽ സെബാസ്റ്റ്യന്റെ മകൻ 38 വയസ്സുള്ള സിൻഡോ ആണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുളിക്കാനിറങ്ങിയതായിരുന്നു. സിൻഡോ അടക്കം 2 പേർ പുഴയുടെ നടുഭാഗത്തേക്ക് നീന്തി. ഇതിനിടയിൽ സിൻഡോ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന യുവാവ് രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് സിൻഡോയെ പുഴയിൽ നിന്നെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രമുഖ നാടക പ്രവർത്തകൻ രാജൻ കാഞ്ഞിരക്കോട് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കയ്പമംഗലം ചെളിങ്ങാട് പള്ളിനട സ്വദേശിയാണ്. തീരദേശത്തെ ഒട്ടനവധി വേദികളിലും ജില്ലയ്ക്ക് പുറത്തുമായി നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. കാറിടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റ കോബി എന്ന നായ്ക്കുട്ടിക്ക് രക്ഷകനായി ഷാജി കോടങ്കണ്ടത്ത്. കഴിഞ്ഞ ദിവസമാണ് പുഴയ്ക്കൽ ബണ്ട് റോഡിൽ വെച്ച് നായ്ക്കുട്ടിയെ കാറിടിച്ചത്. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന നായ്ക്കുട്ടിയെ ഷാജി കോടങ്കണ്ടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ അഭിഭാഷക സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊക്കാല മൃഗാശുപത്രിയിൽ എത്തിച്ചു. എക്സ്റേ എടുത്തപ്പോൾ കാലിന് ഗുരുതരമായി പരിക്കേറ്റതായി കണ്ടെത്തി. ഒടുവിൽ ഡോക്ടർ റെജി ചാക്കോയുടെ നിർദ്ദേശത്തെ തുടർന്ന് നായ്ക്കുട്ടിയുടെ കാലിന് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് കോബിയുമായി വീട്ടിലെത്തി. ഭാര്യ റോസ് ഷാജി കോബിക്ക് വേണ്ട പരിചരണങ്ങൾ കൃത്യമായി നൽകി. 10 ദിവസത്തിന് ശേഷം നായ്ക്കുട്ടി ആരോഗ്യം വീണ്ടെടുത്തു. തൃശൂർ ബാരിസ്റ്റേഴ്സ് ക്ലബ്ബിലെ നിത്യ സന്ദർശകയാണ് കോബി. പഠനത്തോടൊപ്പം ചെറിയ ജോലി ചെയ്ത് വരുമാനം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി 3 വിദ്യാർത്ഥിനികൾ ചേർന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തു. പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് HSSലെ വിദ്യാർത്ഥിനികളുടെ ആശയമാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നത്. വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പുറനാട്ടുകര ശ്രീ ശാരദ സ്കൂളിലെ വിദ്യാർത്ഥികളും യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം സംസ്ഥാനതല വിജയികളുമായ ശ്രേയ, ഹൃതിക, ഡെൽന എന്നിവർ. ഇതിനായി ഇവർ ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ അടിസ്ഥാന രൂപം തയ്യാറായി കഴിഞ്ഞു. ഈ വെബ്സൈറ്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ഇവർക്കെല്ലാം ഒരു കഴിവുകൾ ഉണ്ടാവും. ആ കഴിവ് ഉപയോഗിച്ച് ഇവർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാനും ഒപ്പം ഈ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള 2 പോർട്ടലാണുള്ളത്. അപ്പോൾ കുട്ടികൾ അവരുടെ കഴിവുകൾ മറ്റും അവരുടെ സമയപരിധി എല്ലാം കൂടി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ബയോ ക്രിയേറ്റ് ചെയ്യും. ഒരു വലിയൊരു വർക്കിംഗ് പോപ്പുലേഷനെ സാലറി കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല പുതിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പം അവർക്ക് ഇതുപോലെ കഴിവുകളുള്ള കുട്ടികളെ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതെന്തിനാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ വെച്ച് അനുയോജ്യമായ ജോലി എന്തെന്നും എവിടെയെന്നും നിഷ്പ്രയാസം അറിയാനാകും. വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പാർട്ട് ടൈം ജോലി കണ്ടെത്തി വരുമാനം നേടാൻ അവസരമൊരുക്കാനാണ് ഈ മൊബൈൽ ആപ്പ് വഴി ലക്ഷ്യമിടുന്നത്. യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ 4 മണിക്കൂറുകളോളം വേറെ ഒപ്പം തന്നെ ജോലിക്കായിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് അതിനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി 4 മണിക്കൂർ കുട്ടികൾ ജോലിയിലും കൂടി ഏർപ്പെടുകയാണെങ്കിൽ അവർക്കത് പഠനത്തിന് ഒരു സഹായമാവും.
ആപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ ഇനിയും കടമ്പകളുണ്ട്. തുടർ സാങ്കേതിക സഹായവും നിർമ്മാണ ചെലവിനുള്ള ഫണ്ടും ഉറപ്പാക്കുകയാണ് അടുത്ത പടി. അടുത്ത മാസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ തങ്ങളുടെ ആശയം അവതരിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ വിദ്യാർത്ഥിനികൾ. TCV തൃശൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ ഹാളിൽ നേതൃസമ്മേളനം സംഘടിപ്പിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനമായി. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് G കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ G സജീവൻ, AK പ്രകാശൻ, S സതികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റിംഗ് റോഡിൽ ഗോൾഡൻ മാർക്കറ്റിന് പിൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ പുല്ലിന് തീപിടിച്ചു. സമീപത്ത് നിരവധി വീടുകളും കടകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മേയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ ശക്തൻ നഗറിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുമായി കോർപ്പറേഷൻ. ആധുനികമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നവീകരിച്ച ശുചിമുറി കോംപ്ലക്സ് നിർമ്മിക്കുമെന്നും നിലവിലെ കോംപ്ലക്സിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചു. മേയർക്കൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TR സന്തോഷ്, ഷീന ചന്ദ്രൻ, ജേക്കബ് പുലിക്കോട്ടിൽ തുടങ്ങിയവരുമുണ്ടായിരുന്നു. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തിക വേല സംഘർഷത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയായ 17-കാരനെ അപ്രഹെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തിക വേല സംഘർഷത്തിനിടെ അന്തിക്കാട് മങ്ങാട്ടുകര സ്വദേശി പൊന്നിയാംപാലത്ത് വീട്ടിൽ ആദിത്യനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് നടപടി. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വികസനവും ക്ഷേമവും മുൻനിർത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയും നീക്കിവെച്ചു. ആശാ വർക്കർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും ഓണറേറിയം 1000 രൂപ വീതം കൂട്ടി. അതിവേഗ റെയിൽപാതയ്ക്ക് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, പീച്ചി ടൂറിസം വികസന പദ്ധതിക്ക് 1 കോടി, കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി, മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടിയും വകയിരുത്തി. ബജറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ബജറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ പരിഗണിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ബെവ്കോ പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന ഡിജിറ്റലാക്കും. അടുത്ത മാസം 15 മുതൽ UPI കാർഡ് പേയ്മെന്റ് വഴിയാകും മദ്യവിൽപ്പന. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിക്കുന്നു. ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത ചെമ്പൂക്കാവ് PWD റെസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡാണ് വെട്ടിപ്പൊളിച്ചത്. സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. അവന് 1,31,160 രൂപയായി. ആശങ്കയിൽ ഉപഭോക്താക്കളും വ്യാപാരികളും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം.